ഒരു 3 വർഷം 4 വർഷം എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരാളെ പിടിച്ച് അടുത്ത പൊസിഷനിലോട്ട് ഞാൻ കൈ പിടിച്ച് ഉയർത്താറുണ്ട്. അവിടെ സത്യത്തിൽ അതൊരു തെറ്റായിട്ടുള്ളൊരു പ്രോസസ്സായിരുന്നു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയത്. കാരണം ഞാനിപ്പോൾ ഇവിടെ ചെയ്യാറ്, ഇപ്പോൾ കുടുങ്ങി എവിടെയെങ്കിലും സ്റ്റക്ക് ആയാൽ അവരെ വിളിച്ച് ഞാൻ അവരോട് ഇങ്ങനെ ചെയ്തില്ല, നീ ചെയ്തതെന്ന് ചോദിക്കലല്ല, എന്തുകൊണ്ട് അങ്ങനെ ചെയ്തു, നീ എന്തുകൊണ്ട് ചെയ്തില്ല. ഇങ്ങനെ ഇവിടെ വന്ന് നിന്നാൽ എന്താണ് നമ്മുടെ സിസ്റ്റം, ചോദ്യങ്ങളാണ് ചോദിക്കുക. ശരിക്കും നമ്മളിപ്പോൾ ഇങ്ങനെ പർച്ചേസോ അതിനൊക്കെ നിന്ന ആൾ ഓർഡർ തന്നില്ല, അതുകൊണ്ട് നീ എന്ത് ചെയ്തില്ല, ഓർഡർ ഇതിലേക്ക് ചെയ്ത് അങ്ങോട്ട് വെച്ചില്ല, അപ്പോൾ ഓർഡർ തന്നില്ല. അപ്പോൾ എന്താണ് നമ്മളെ കമ്പ്യൂട്ടർ സിസ്റ്റം? നിരന്തരമായി നമ്മൾ ഇനി സിസ്റ്റം പറഞ്ഞ് പഠിപ്പിക്കാൻ ടീമിൻ്റെ കൂടെ പോകണമെന്നില്ല, ടീമിനോട് ചോദിക്കുക. അപ്പോൾ ലീവ് എടുത്തു, അങ്ങനെ ലീവ് എടുക്കണമെങ്കിൽ എന്താണ് കമ്പനിയുടെ പ്രോസസ്സ് അവനറിയണ്ടാവില്ല. ഞാൻ പല പ്രാവശ്യം ചോദിച്ചപ്പോൾ എന്താണ് തന്നെ അവിടെ എന്ത്, ഞാൻ മറ്റൊരാളോട് ചോദിച്ചിട്ട് പോക്കാണ്, അവനറിയില്ലായിരുന്നു കൃത്യമായിട്ട്. അതുകൊണ്ട് ആദ്യങ്ങളിൽ ചില മിസ്റ്റേക്സുകൾ ഇവർ കാണിക്കും സിസ്റ്റത്തിലേക്ക് വരാൻ. അപ്പോൾ നമുക്ക് അവരോട് ചോദ്യങ്ങൾ ചോദിക്കുമ്പോഴാണ് നേരിട്ട് ഞാൻ അവിടെ ഒരു വിശദമായൊരു ക്ലാസ് എടുത്തുള്ളൂ, ഇതൊക്കെയാണ് സിസ്റ്റം, ഒന്നും എൻ്റെ അടുത്ത് കിട്ടിയിട്ടുണ്ടാവില്ല. കാരണം ഞാൻ അവനോട് ചോദിച്ചു, അവനോട് പറയാൻ ശ്രമിച്ചു, അവൻ തെറ്റ് പറയുമ്പോൾ ഞാൻ ശരിയിലേക്ക് അവനെ വീണ്ടും അടുത്ത ചോദ്യത്തിലൂടെ കൊണ്ടുവന്നാൽ അവന് കൃത്യമായൊരു ക്ലാരിറ്റി അവിടെ കിട്ടും, ക്രിസ്റ്റൽ ക്ലാരിറ്റി കിട്ടും. ഇങ്ങനെയാണ് സിസ്റ്റം കൊണ്ടുവന്നാൽ പോരാ, ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നിടത്തും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ചോദ്യങ്ങൾ ചോദിക്കുക, വളരെ സന്തോഷമായിട്ട് തന്നെ ചോദിക്കുക, ഇങ്ങനെ സംഭവിച്ചു, ശരിയാണല്ലോ, കമ്പനിയിൽ ഇങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ എന്താണ് നമ്മൾ ചെയ്യുന്നത്, തിരിച്ചു ചോദിച്ചാൽ മതി. അവനില്ലാത്തതെങ്കിലും പറയും. അപ്പോൾ അവനോട് അങ്ങനെ തന്നെയാണോ, നിനക്കാരായി തന്നത്, നീ ഒന്ന് ചെക്ക് ചെയ്തിട്ടുണ്ടോ, ഉറപ്പുണ്ടോ? അവൻ ഒറ്റയ്ക്ക് പഠിക്കട്ടെ, അപ്പോഴാണ് അവൻ്റെ അടുത്ത് ഇത് കിട്ടും. കറക്ഷനുള്ളൊരു മെത്തേഡ് അവിടെ ഹനീഫിക്ക് ക്ലാരിറ്റിയും ഗൈഡൻസും കൊടുക്കാൻ പറ്റുന്നത് കൊണ്ടാണ്. അതാണ് ഞാൻ ഉണ്ടാക്കിയ സിസ്റ്റമാണ്, പുറത്തുനിന്ന് ആരും വന്നിട്ടല്ല അവിടെ ചെയ്തത്, അതുകൊണ്ടാണ്. ഓക്കെ, അപ്പൊ നമ്മളുടെ ബിസിനസ് ഏറ്റവും കൂടുതൽ അടുത്തറിയാവുന്നത് നമുക്ക് തന്നെയാണ്. പുറത്തുനിന്ന് ഹെൽപ്പ് എടുക്കുന്നതുകൊണ്ട് തെറ്റൊന്നുമില്ല. കാരണം നേരത്തെ ഈ പറഞ്ഞ പോലെ AI-ക്ക് ഒരു 70% ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞ പോലെ പുറത്തുനിന്ന് വരുന്ന ആളുകൾക്ക് നിങ്ങളെ ഗൈഡ് ചെയ്യാൻ കഴിയും. ഉദാഹരണത്തിന് ഒരാളെ ഹയർ ചെയ്യുമ്പോൾ എങ്ങനെ ഹയർ ചെയ്യണം. അപ്പം നമ്മളെല്ലാവരും പൊതുവെ ഇപ്പം ഞാനും ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു മിസ്റ്റേക്ക് എന്ന് പറയുന്നത്, ഒരു 3 വർഷം 4 വർഷം എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരാളെ പിടിച്ച് അടുത്ത പൊസിഷനിലോട്ട് ഞാൻ കൈ പിടിച്ച് ഉയർത്താറുണ്ട്. അവിടെ സത്യത്തിൽ അതൊരു തെറ്റായിട്ടുള്ളൊരു പ്രോസസ്സായിരുന്നു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയത്. കാരണം നമ്മളൊരു പുതിയ പൊസിഷനിലോട്ട് അവിടെ അയാളെ ഇരുത്തുമ്പോൾ ആ പൊസിഷന് വേണ്ട ക്വാളിഫിക്കേഷൻസോ അല്ലെങ്കിൽ ക്വാളിറ്റി അയാൾക്കുണ്ടോ എന്നുള്ളത് നോക്കിയിട്ടല്ല നമ്മൾ അയാൾ എടുക്കുന്നത്. പകരം അയാളുടെ നിലവിലുള്ള പൊസിഷനിൽ അയാൾ എത്രത്തോളം സക്സസ്ഫുള്ളായി ചെയ്തു എന്ന് കണ്ടിട്ടാണ് അതും കൂടെ നോക്കുന്നത്. അതാണ് നോക്കുന്നത്. അവിടെ അയാൾക്ക് അത് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതല്ല. 4 വർഷം എക്സ്പീരിയൻസ് അയാൾ ലെറ്റ്സ് സേ സെയിൽസ് പേഴ്സൺ ആണ്, സെയിൽസിൽ അടിപൊളിയാണ്, നല്ല റിസൾട്ട്സ് കൊണ്ടുവരുന്നുണ്ട്, 4 വർഷമായി പ്രൊമോഷൻ കൊടുത്തേ പറ്റുള്ളൂ. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യുന്നു, അയാളെ പിടിച്ചൊരു മാനേജറാക്കി. അയാൾക്ക് പീപ്പിൾ മാനേജ്മെൻറ്റ്, ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ പീപ്പിൾ മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന ക്വാളിറ്റി അയാൾക്ക് അവിടെ ഇല്ലാന്നുണ്ടെങ്കിൽ താഴെ വരുന്ന ആളുകളുമായിട്ട് അയാൾ വഴക്കായിരിക്കും. അപ്പോൾ അയാൾ ഉണ്ടാക്കിയ സെയിൽസ് ഉണ്ടാവില്ല, പീപ്പിൾ മാനേജ്മെൻറ്റിനുള്ള കേപ്പബിലിറ്റി ഇല്ല. ആര് ഫ്രസ്ട്രേറ്റഡ് ആവും? നമ്മൾ ഫ്രസ്ട്രേറ്റഡ് ആവും, അയാൾ ഫ്രസ്ട്രേറ്റഡ് ആവും, ബിസിനസ്സും അഫക്റ്റഡ് ആവും. ഇത് പല തരത്തിലും നമ്മൾ പുതുമുഖ ഓണേഴ്സിന് അറിയില്ല. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറഞ്ഞു തരാൻ തേർഡ് പാർട്ടി പേഴ്സൺസിനെ എന്തറിയോ, അവർക്ക് ഒരുപാട് കമ്പനികളുമായി കണക്ട് ചെയ്ത് അവിടെയൊക്കെ ചെയ്ത പരിചയം അവർക്കുണ്ട്. നമുക്കാകെ ഉള്ളത് ഒറ്റൊന്നേ ഉള്ളൂ. അതെ, ഇതിനെ ഇങ്ങനെ കളിച്ച കളിയുള്ളൂ. അവർ വരുമ്പോൾ ചിലപ്പോൾ നമ്മൾ ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ട് വേണ്ടി വരും നമ്മൾ ശരീരത്തേക്ക് എത്താൻ. ഇങ്ങനെ ഒരു കൂട്ടർ വരുമ്പോൾ നമുക്ക് അത്തരം ഒരുപാട് തെറ്റുകളെ ഒഴിവാക്കാനും പറ്റും. അതെ, കാരണം അവർ ഇതൊക്കെ ചെയ്തതിന് ശേഷം വിജയിച്ച ഒരു സക്സസ്ഫുൾ ഐഡിയ. ഞാൻ പറഞ്ഞു വന്നത്, ആ ഐഡിയ തന്നെ ഇവിടെ ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ നമ്മൾ അതിലെന്ത് ചെയ്യണം, നമ്മുടേതാക്കി മാറ്റണം. അല്ലെങ്കിൽ അത് നമ്മുടെ ടീമിനെ നമുക്കേ അറിയുള്ളൂ, നമ്മുടെ ഷോപ്പിനും നമ്മളെ കസ്റ്റമറും നമ്മളുമായി കണക്ട് ചെയ്യുന്ന എല്ലാവരും നമുക്കേ അറിയുള്ളൂ. അതിനെ തന്നെ ഏറ്റവും നല്ല രീതിയിൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ നമ്മൾ ശ്രമിക്കണം. അങ്ങനെ ഒരുപാട് ഞാൻ ഒരിടത്ത് പോകുന്നില്ല എന്നല്ല, ഇതാണ് എൻ്റെ പണി. ഞാൻ ഒരുപാട് ഇതുമായിട്ട് കണക്ട് ചെയ്യുന്നു, അതിനുവേണ്ടി ഒരുപാട് ഇൻവെസ്റ്റ് ചെയ്യുന്നു, ഒരുപാട് ടൈം ഞാൻ അതിനു വേണ്ടി അവിടെ നമ്മൾ കൊടുക്കുന്നുണ്ട്. അത് മാത്രമാണ് ചിലപ്പോൾ സമയമൊക്കെ ഞാൻ തന്നെ തീരുമാനം, അത് മാത്രമാണ് എൻ്റെ പണി എന്ന് വരെ ഞാൻ വിചാരിക്കാറുണ്ട്. അതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നത് ഈ ഒരു ചെറിയൊരു സംരംഭത്തിൽ ഒരിക്കലും എന്തെന്നറിയോ, നമ്മളെ ഈ ഇവിടെ ഒരു 50ഓളം ഒരേ ഷോപ്പുകളാണ്. എവിടെ പോയാലും നമ്മളിതൊന്നും കാണുന്നില്ല.
അപ്പോൾ ഒരാൾ അല്ലെങ്കിൽ 4 ആൾ ഇതിനു വേണ്ടി ശ്രമിച്ചാൽ, സിസ്റ്റത്തിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ, അത് വിജയിച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് എല്ലാവരും അത് ഇംപ്ലിമെൻറ്റ് ചെയ്യും. ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്താൽ നമ്മളെല്ലാം ഫ്രീ ആവുകയാണ്, മൈൻഡ് ഫ്രീ ആവുകയാണ്. നമ്മളെന്ത്, ഈ പ്രകൃതി എന്ത്, ശരിക്കും പ്രകൃതി എന്ത് എന്നറിയാതെ ഇവിടെ നിന്ന് പോവുക എന്ന് പറഞ്ഞാൽ ഭയങ്കര നഷ്ടമാണ്. ഇതിനൊക്കെ ആയിട്ട് കണക്ട് ചെയ്യാനും ഇതിനൊരു ചലനമുണ്ട്, ഇതിനൊരു താളമുണ്ട്, കാംനെസ് ഉണ്ട്, ഹാപ്പിനെസ് ഉണ്ട്, സ്മൈലുണ്ട്. അതൊന്നും അനുഭവിക്കാതെ അവർ പോവുകയാണ്. അതിലേക്കൊരു ഇടപെടൽ വേണം എന്നതുകൊണ്ടാണല്ലോ അപ്പം നമ്മൾ ഇനി ഇരിക്കുന്നത്. അതെ, വീണ്ടും നമ്മൾ ഇത്തരത്തിലൊക്കെ ഒരു സിസ്റ്റം കൊണ്ടുവരുമ്പോൾ മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഇവിടെ എഗെയിൻ പലവിധ നോസ് ആളുകൾ ഇങ്ങനെ വീണ്ടും പറഞ്ഞത് ഇത് നടക്കില്ല എന്നുള്ളത് സ്റ്റിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ഈ പ്രശ്നങ്ങൾ നമുക്ക് അഡ്രസ്സ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ കുറച്ചുകൂടി ക്ലാരിറ്റി കിട്ടും എന്നുള്ളതാണ്. ഹനീഫിക്കയുടെ ബിസിനസ് ഈ സിസ്റ്റം കൊണ്ടുവന്നപ്പോൾ ഫേസ് ചെയ്തിട്ടുള്ള ചലഞ്ചസ് എന്തൊക്കെയാണെന്നുള്ളത് ഷെയർ ചെയ്യാം. അത് ഇപ്പം പറഞ്ഞ നോസ് തന്നെ. അത് നോ നടക്കില്ല. എന്താ വെച്ചാൽ അവർ നടക്കില്ല എന്ന് പറയുന്നത് എനിക്കത് മനസ്സിലാവുമല്ലോ എന്തുകൊണ്ട് നോ പറയുന്നു. വൈ ദേ ആർ, അവർക്ക് 11 മണിക്കൂറാണ് എങ്കിൽ ഇപ്പോൾ അതൊരു 15 മണിക്കൂർ ചെയ്താലും തീരാത്ത പണിയിലാണ് നിൽക്കുന്നത്. അവർ ഹാർഡ് വർക്കിലാണ്, ഓടുന്നു, അത് ചെയ്യുന്നു, ഇത് ചെയ്യുന്നു. അപ്പം പിന്നെ ഇതിപ്പോൾ കൂടെ പറയുമ്പോൾ ഇനി എന്തൊക്കെയായിട്ട് വരുന്നത്, ഓൾറെഡി എനിക്കത് ഇത്ര വർക്കുണ്ട്. അതായത് കസ്റ്റമേഴ്സ് 3-4 വരി നിൽക്കുന്നിടത്താണ് നമ്മൾ കസ്റ്റമർ ഡീലിനടുത്ത് സിസ്റ്റമാണെന്ന് പറഞ്ഞു വരുന്നത്. സത്യത്തിൽ ഈ 3-4 പേര് വരിക്ക് നിൽക്കാനുള്ള കാരണം എന്താണ്? സിസ്റ്റം ഇല്ലാത്തതുകൊണ്ടാണ്. പക്ഷെ അത് ഇവരെ നമുക്ക് ബോധ്യപ്പെടുത്താൻ കഴിയില്ല. അവർ നോ എന്നാ പറയണേ. എൻ്റെ ഷോപ്പിൽ നിന്ന് കൃത്യമായി ബില്ലടിക്കുന്നവന് പെട്ടെന്ന് ബില്ലടിക്കാൻ പറ്റുന്നില്ല എന്ന് ഞാൻ ഉദാഹരണം പറയാം. ഇപ്പം എൻ്റെ ഷോപ്പിൽ സിസ്റ്റം ഇല്ല. ഇപ്പം ഷോപ്പിൽ ഒരാൾ കസ്റ്റമറിന് ഒരു ഫോൺ വിറ്റു, അവന് ബില്ലടിക്കുന്നവനോട് പറയണം, മോനെ iPhone 15 ഇത്ര എമൗണ്ട് ഇത്ര എന്ന് പറഞ്ഞു. കുറച്ച് കഴിഞ്ഞ് മറ്റൊരുത്തരും പറഞ്ഞു എമൗണ്ട്. ഇവനാകെ അവിടെ അങ്കലാപ്പിലായി. ശരിയാണല്ലോ, ഇത് പറഞ്ഞു. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് അടുത്താളെ കസ്റ്റമറെ ഡീൽ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ അവൻ ചോദിക്കും, എടാ ഇത് എത്ര കേജ് പറഞ്ഞേ, ഇത് എത്രക്കെ നീ പറഞ്ഞേ. 4-5 പ്രാവശ്യം ഇങ്ങോട്ട് ചോദിക്കും. ഇത്ര ഒരു ആക്ഷൻസും ഇല്ല. ഒരു സിസ്റ്റം അവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഇവന് വിൽക്കുന്ന സമയത്ത് അവിടെ സ്ലിപ്പുണ്ട്. ആ സ്ലിപ്പ് കൃത്യമായി പൂരിപ്പിച്ചു, ഇതാണ് വില, ഇന്നതാണ് വില എന്ന് അങ്ങ് കൊടുത്തു കൈ. ഇവിടെ നീ ബില്ലടിക്കുന്നത് അത് കൈ കൊടുത്തു കഴിഞ്ഞാൽ ഓനത് നോക്കി കൃത്യമായി ബില്ലടിച്ചാൽ മതി. 3-4 പ്രാവശ്യം ചോദ്യങ്ങൾ ആവർത്തിച്ചു. ഇവൻ മറ്റുള്ള ഡീലിങ്ങിൻ്റെ അടിയിൽ അതിനെ ഡിസ്റ്റർബ് ചെയ്തു. നേരത്തെ പറഞ്ഞ ആ ഒരു നല്ല ഡീലിങ്ങിൻ്റെ ഇടയിൽ വേറെ ചോദ്യം വന്നാൽ അത് പോയി. അങ്ങനെ ആ കസ്റ്റമർ ഇല്ലാതാവും. ഷോപ്പിൽ മൊത്തത്തിൽ അങ്കലാപ്പ് നടക്കുന്നത് ഇതില്ലാത്തത് കൊണ്ടാണ്. പക്ഷെ ഇവർക്കത് മനസ്സിലാവില്ല. ഇവർ നോ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. ഞാൻ ഈ സ്ലിപ്പ് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ എനിക്ക് തോന്നുന്നത് 2 വർഷത്തോളമായി. ഇപ്പോഴും അത് സക്സസ്ഫുൾ ആയിട്ട് എല്ലായിടത്തും എത്തിയെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. കാരണം ഈ സ്ലിപ്പിൻ്റെ കുഴപ്പമോ നമ്മുടെ സിസ്റ്റത്തിൻ്റെ കുഴപ്പമല്ല, ഈ നോ പറയുന്ന ആളുകളുടെ കുഴപ്പമാണ്. അവരെങ്ങാനും ഈ സിസ്റ്റത്തിൻ്റെ ഈ ഒരു സ്ലിപ്പിലേക്ക് മാത്രം വന്നാൽ മതി. ഞാൻ അവരോട് പറയാറുണ്ട്, നിങ്ങൾ ഇതിലേക്ക് മാത്രം, നിങ്ങൾ ഏത് തിരക്കും ഇതാണ് ഉപയോഗിച്ച് തുടങ്ങി നോക്കി, നിങ്ങളെല്ലാ തിരക്കും ഞാൻ അവസാനിക്കുന്നത് നിങ്ങൾക്ക് ഓട്ടോമാറ്റിക് കാണാൻ പറ്റും.